ഇന്നലെ നമ്മൾ പഠിച്ച ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സിന്റെ മേജർ ഫങ്ഷൻസിന്റെ കണ്ടിന്യൂവേഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. എക്സാം ആയതുകൊണ്ട് തന്നെ ഞാൻ വളരെ ബുദ്ധിമുട്ടിക്കുന്നില്ല, ചെറിയ ചെറിയ ടോപ്പിക്സ് എടുക്കുന്നുള്ളൂ കേട്ടോ. നമുക്ക് ആകെ 5 ചാപ്റ്റർ എടുക്കാനുള്ളൂ, അതിൽ പലതും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതുകൊണ്ട് നമുക്ക് വളരെ ഫാസ്റ്റിലൊന്നും പോകേണ്ട ആവശ്യമില്ല, കുറച്ചായിട്ട് തന്നെ ഞാൻ എടുക്കുന്നുള്ളൂ. എന്തായാലും ഈ ടോപ്പിക് ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഓക്കെ, നമ്മൾ ഇന്നലെ 11 പോയിന്റ് പറഞ്ഞു, 12ാമത്തെ പോയിന്റ് ആണ് പറയാനുള്ളത്. ഗിവ് അപ്രോപ്രിയേറ്റ് ടെക്നോളജി സോഴ്സിംഗ്, നോ ഹൗ, ഇവാലുവേഷൻ, ടൈപ്സ് വിത്ത് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ പാർട്ട്നേഴ്സ്. അപ്പൊ നമുക്ക് പ്രൊജക്റ്റിന് ആവശ്യമായിട്ടുള്ള അപ്രോപ്രിയേറ്റ് ടെക്നോളജി എവിടെ നിന്ന് അവൈലബിൾ ആവും, അതിനുള്ള സോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. അതിനാവശ്യമായ നോഹൗ എന്താ നോഹൗ എന്ന് പറഞ്ഞാൽ അതിന്റെ വിവര സാങ്കേതിക വിദ്യ എന്നൊക്കെ പറയും. അത് നമുക്ക് ഏത് ടൈപ്പ് ടെക്നോളജിയാണ് നമ്മുടെ പ്രൊജക്റ്റിൽ ഉപയോഗിക്കുന്നത്, അത് നമുക്ക് എവിടുന്ന് അവൈലബിൾ ആവും, എങ്ങനെ അവൈലബിൾ ആവും, അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള സഹായങ്ങള് ഇവര് പ്രൊവൈഡ് ചെയ്യും. അതിനെ കുറിച്ചിട്ടുള്ള ഇവാലുവേഷൻ, കാരണം നമുക്ക് നല്ല ടെക്നോളജി കിട്ടാനുണ്ട്, ഏറ്റവും നല്ല രീതിയിലുള്ള കാര്യങ്ങളുണ്ട്, പക്ഷെ നമ്മുടെ കയ്യിൽ അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ല. അപ്പൊ നമുക്ക് നമ്മുടേതായ രീതിക്ക് അനുസരിച്ചിട്ടുള്ള ഇവാലുവേഷൻസ് ഒക്കെ അവർ ചെയ്തു തരുന്നു. ടൈപ്സ് വിത്ത് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ പാർട്ട്നേഴ്സ്. ഇപ്പൊ നമ്മൾ ഒരു സ്മോൾ സ്കെയിൽ സെക്ടറിൽ തുടങ്ങി നല്ല രീതിയിൽ പ്രവർത്തനങ്ങളായി വരുമ്പോൾ നമ്മളത് നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും ഒക്കെ ഒരു ഇപ്പൊ ഈ ഗ്ലോബലൈസേഷന്റെ ഒക്കെ ഫലമായിട്ട് നമ്മൾ ആ രീതിയിലൊക്കെ ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങും. അപ്പൊ അതിൻ്റെതായ രീതിയിലുള്ള ആ ചുവടുവെപ്പിന് ആര് സഹായിക്കും? ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ്. നെക്സ്റ്റ്, provide information on the availability of infrastructure, market, machinery details and suppliers, raw material source and details. അപ്പോൾ ഒരു സ്ഥാപനത്തിന് തുടങ്ങുന്നതിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ അവൈലബിലിറ്റി, ഇൻഫർമേഷൻ ഓൺ ദ അവൈലബിലിറ്റി ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, മാർക്കറ്റ്, പ്രൊഡക്ഷൻ നടത്തിയത് കൊണ്ട് മാത്രമാവുന്നില്ലല്ലോ, അത് നമുക്ക് പ്രോപ്പർ മാർക്കറ്റ്സ്, എവിടെ മാർക്കറ്റ് ചെയ്താലാണ് നമുക്ക് പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യാൻ പറ്റുക, ആവശ്യമായ മെഷീനറി, അതിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ്, നമുക്ക് റിസോഴ്സസ്, റോ മെറ്റീരിയൽസിന്റെ സപ്ലയേഴ്സ്, റോ മെറ്റീരിയൽസിന്റെ സോഴ്സ്, ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഈ സ്ഥാപനം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. Act as a liaison with financial institutions, other departments and agencies. അപ്പൊ നമുക്ക് ഫിനാൻസ് തരുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്? NISBUD, അതുപോലെ സിഡ്കോ, നബാർഡ്, അങ്ങനെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് നമുക്ക് ഈ ചാപ്റ്ററിലും ഇനി പഠിക്കാനുണ്ട്. അപ്പൊ ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒരു മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നു ഈ സ്ഥാപനം. അതുപോലെ മറ്റ് ഡിപ്പാർട്ട്മെന്റ്സുമായിട്ടും ഏജൻസീസുമായിട്ടും ഒക്കെ DIC എന്നല്ല പറയാ, DIC ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെന്റർ ആണ്. അതുകൊണ്ടാണ് ഇതിന്റെ ഷോർട്ട് ഫോമില് DI&C എന്ന് പറയുന്നത്, ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ്. DIC എന്ന് പറയുമ്പോൾ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെന്റർ ആണ്, ഇൻഡസ്ട്രീസിന് ആവശ്യമായ സഹായങ്ങൾ നൽകുന്ന സ്ഥാപനമാണ്. അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞ കളക്ടറേറ്റിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥാപനം എന്ന് പറയുന്നത്. കേരളത്തിലെ 14 ജില്ലകളിലും 14 DICs ഉണ്ട്. തൃശ്ശൂരിലെ DIC ആണ് ഞാൻ പറഞ്ഞത്. കളക്ടറേറ്റിന് അടുത്തായിട്ടാണ്. ഇവിടുന്ന് തൃശ്ശൂർ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് DICയുടെ ഓഫീസ്. ആരെങ്കിലും ആ വഴിക്കൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ആ ഓഫീസ് ഇതാണ് എന്നൊന്ന് മനസ്സിലാക്കാന്ന് മാത്രം. ഓക്കെ, നെക്സ്റ്റ്, പ്രിപ്പയർ ആൻഡ് ഫോർവേഡ് ടെക്നിക്കൽ ഫീസിബിലിറ്റി റിപ്പോർട്ട് ടു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ലോൺ. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ ലോൺസിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ തുടങ്ങാൻ പോകുന്ന ബിസിനസിന്റെ ഒരു റിപ്പോർട്ട് കൊടുക്കണം. ആ റിപ്പോർട്ടിന്റെ ഫസ്റ്റ് റിപ്പോർട്ടിനെയാണ് ഫീസിബിലിറ്റി റിപ്പോർട്ട് എന്ന് പറയാം. ഫീസിബിലിറ്റി റിപ്പോർട്ട് എന്ന് വെച്ചാല് സാധുതാ റിപ്പോർട്ട് എന്നാണ് അതിന് പറയുന്നത്. അതായത് പ്രൊജക്ടിന്റെ ഫീസിബിലിറ്റി അതിൽ നമുക്കൊന്ന് മനസ്സിലാക്കി തരുന്നു. ഇനി നെക്സ്റ്റ് വൺ പറയുന്നു, assist the unit to get necessary licenses, clearances, NOCs from statutory bodies through green channel counter, single window clearance board, etc. അപ്പൊ ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങുന്നതിന് നമുക്ക് സ്റ്റേറ്റ് ലെവലിലാണെങ്കിൽ സ്റ്റേറ്റ് കൺസെന്റ്, ഡിസ്ട്രിക്ട് കൺസെന്റ്, നമ്മൾ പഞ്ചായത്തിലാണോ മുനിസിപ്പാലിറ്റിയിലാണോ എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത് അവിടുത്തെ ലൈസൻസസ്, ക്ലിയറൻസസ്, NOCs. what is NOCs? നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് അല്ലെ? ഫ്രം ദ സ്റ്റാറ്റ്യൂട്ടറി ബോഡി, സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഏതാണെങ്കിലും അതിൽ നിന്നുള്ള
NOC നമുക്ക് അവൈലബിൾ ആവണം. കാരണം ഇപ്പൊ നമ്മളൊരു ഫാക്ടറിയാണ് തുടങ്ങുന്നതെങ്കിൽ അതിന്റെ വേസ്റ്റ് ഡിസ്പോസലൊക്കെ പോകുന്നതിന് അവിടെ നിന്നുള്ള നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വേണം. അപ്പൊ അതിനൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഗ്രീൻ ചാനൽ കൗണ്ടർ ആൻഡ് സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡ് എക്സെട്ര. അപ്പൊ അതിനൊക്കെ സഹായിക്കുന്നു. എവിടുന്നൊക്കെ നമ്മൾ ലൈസൻസ് എടുക്കുന്നത്? സ്റ്റേറ്റ് ലെവൽ ആണെങ്കിൽ അത്, പിന്നെ നമ്മുടെ ഡിസ്ട്രിക്ട് ലെവല്, പിന്നെ ലോക്കൽ മുനിസിപ്പാലിറ്റി ആണോ പഞ്ചായത്താണോ ഏതിലാണോ നിലകൊള്ളുന്നതെങ്കിൽ അതില്. Extend financial assistance to unit under different schemes under by government to promote industrialization. അപ്പൊ നമ്മുടെ ഈ ഇൻഡസ്ട്രിയലൈസേഷൻ പ്രൊമോട്ട് ചെയ്യുക, ഒരു സ്റ്റേറ്റിന്റെ വ്യവസായ വികസനം പോസിബിൾ ആക്കുക എന്നുള്ള ഒരു പർപ്പസിലാണ് ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഫോം ചെയ്തിരിക്കുന്നത് തന്നെ. അപ്പൊ ഈ ഇൻഡസ്ട്രിയലൈസേഷൻ പ്രൊമോട്ട് ചെയ്യുന്നതിന് ആവശ്യമായ ഡിഫറെന്റ് സ്കീംസ്, അതിന് വരുന്ന ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എല്ലാം തന്നെ ഇവര് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. Last, identify and revive SIC unit under SIC unit revival program. എന്താണ് SIC യൂണിറ്റ്? എന്താണ് SIC ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാല്? ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങി അത് തുടക്കത്തിലെ അതിന്റെ ലോൺ എടുത്തത് അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയോ അല്ലെങ്കിൽ അതിന്റെ ഒരു സിക്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? അസുഖാവസ്ഥ അല്ലെ? അപ്പൊ ഒരു ബിസിനസ് സ്ഥാപനത്തിന് പ്രവർത്തിക്കാൻ പറ്റാതെ ഉള്ള ഡിഫിക്കൽട്ടീസ് വരുമ്പോഴാണ് അതിനെ SIC യൂണിറ്റ് എന്ന് പറയാം. ആ SIC യൂണിറ്റിന് നമ്മളൊരു പനി വന്നാൽ എന്താ ചെയ്യുന്നത്? ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ആവശ്യമായ പ്രിസ്ക്രിപ്ഷൻ വാങ്ങിച്ച് അത് കൊടുക്കുക. അതുപോലെ ഒരു ബിസിനസ് യൂണിറ്റിന് ഒരു SIC വന്നു കഴിഞ്ഞാൽ അത് റിവൈവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ആ സിറ്റുവേഷൻ ഓവർകം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള റിവൈവൽ പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ്, acquire, develop lands for the benefit of entrepreneurs by establishing industrial development plots, areas, MIEs, etc. Acquire, development, acquire, develop land, acquire ചെയ്യും, ഡെവലപ്പ് ചെയ്യുക എന്തിനു വേണ്ടിയിട്ട്? ഫോർ ദ ബെനിഫിറ്റ് ഓഫ് എന്റർപ്രണേഴ്സ് ബൈ എസ്റ്റാബ്ലിഷിംഗ് ഇൻഡസ്ട്രിയൽ പ്ലോട്ട്, പിന്നെ മൈക്രോ ഇൻഡസ്ട്രീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന MIE പ്രൊവൈഡ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പ്ലോട്ട്സും ഏരിയാസും ഒക്കെ എക്വയർ ചെയ്യുക, അത് ഡെവലപ്പ് ചെയ്തെടുക്കുക. അപ്പൊ ഇത്രയും 19 കാര്യങ്ങളാണ് DI&C ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സ് എന്റർപ്രണേഴ്സിന് വേണ്ടി ചെയ്യുന്നത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് DIC നെ കുറിച്ച് പഠിക്കാം, ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെന്റർ. ഓക്കെ, താങ്ക് യു.